ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിശേഷം എന്താല്ലേ, പ്രത്യേക വിശേഷം ഇന്നലെ വോട്ടല്ലായിരുന്നു അല്ലേ? നമുക്കെല്ലാവരും വോട്ട് ചെയ്തല്ലോ. നമ്മുടെ അവകാശമല്ലേ വോട്ട്. ആ വോട്ട് നമുക്ക് നിഷേധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വോട്ട് ചെയ്യാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തെന്ന് വിചാരിക്കണു. ഭയങ്കര ചൂട് തന്നെയല്ലേ, ചൂടിനൊരു കുറവുമില്ല കേട്ടോ. ഒരു കുറവുമില്ല ചൂടിന്. വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ, കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട്. കുടിക്കാനുള്ള ഉള്ള കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വീട്ടാവശ്യത്തിനൊക്കെ വെള്ളമുണ്ട്. പറമ്പ് നനയ്ക്കാനായാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. 2-3 പ്രാവശ്യമായിട്ടൊക്കെ നനയ്ക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് വെള്ളത്തിന് വേറെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ചൂടിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെന്താ, വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിനോട് ചേർന്നാണ് ഫോറസ്റ്റ് ഓഫീസ്. ആ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു ഞങ്ങൾക്ക് വോട്ട്. എല്ലാ വർഷവും ഞങ്ങൾക്ക് അവിടെയാണ് വോട്ട്. അപ്പം ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ മുതലൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എളുപ്പമായി. ദൂരം യാത്രയൊന്നും പോകേണ്ടി വന്നില്ല. ആ മുതലങ്ങോട്ട് കവച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വോട്ട് ചെയ്യാൻ പറ്റി. അവിടെയാണെങ്കിൽ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ഒരു 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 മണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എങ്കിലും സുഖമായിട്ട് വോട്ടൊക്കെ ചെയ്ത് പോന്നു. പിന്നെന്താ, ഈ ചൂട് സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചൂട് സമയത്ത് നമുക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചൂടിനും ക്ഷീണത്തിനും കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു ജ്യൂസാണ്, വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ജ്യൂസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. റാഗി കൊണ്ടാണ്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ കലക്കി, കട്ടയില്ലാണ്ട് ഇങ്ങനെ കലക്കി എടുത്തു കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ വേവിച്ചെടുത്തു. അതിലേക്ക് 2 ബെല്ല് ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചതും ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി. അതിന് ശേഷം ഒരു മുറി തേങ്ങയുടെ പാല്, ഒരു മുറി തേങ്ങ ചിരകി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരിച്ചെടുത്തു കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്താൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒരു ജ്യൂസ് മാതിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. സാധാരണ നമ്മൾ പണ്ടൊക്കെ കുട്ടികൾക്ക് നമ്മൾ കുറുക്കി കൊടുക്കും. ഇത് കുറുക്കായിട്ടല്ല, ഇങ്ങനെ ഒരു ജ്യൂസായിട്ടാണ്, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഈ ചൂടിന് അല്പം ഒരു ആശ്വാസം കിട്ടാനും ക്ഷീണം മാറാനൊക്കെ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ലോ ഫ്ലെയിമിലാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കണം. ഈ റാഗി പൗഡറിനായാലും കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു മാസം വരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ, വോട്ടിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. ഒരു മാസം നമുക്ക് ഇങ്ങനെ കാത്തിരിക്കാം. എന്താവും റിസൾട്ട്, എന്താവും എന്ന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ റാഗി ജ്യൂസ് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരിതും നല്ലപോലെ പാകമായി വന്നപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ജ്യൂസ് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, നല്ലപോലെ പാകമായോ, നല്ലപോലെ വെന്തോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ചൂടാറിയപ്പോൾ ഞാനത് ഗ്ലാസ്സിലേക്ക് പകർത്തി കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഞാനിത് ഗ്ലാസ്സുകളിലേക്ക് പകർത്തി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.